ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡ്രൈ ചില്ലി ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ബീഫ് ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബീഫ് ഇങ്ങനെ കഷ്ണങ്ങളാണ് കേട്ടോ. കഷ്ണങ്ങൾ അങ്ങനെയാണ് ഞാൻ വേവിക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബീഫ് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/2 ഗ്ലാസ് മതി, പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇടണത്. നിങ്ങൾ പൊടിയുപ്പാണെങ്കിൽ പൊടിയുപ്പ് ഇട്ടോളൂ കേട്ടോ. ഇനി ഇത് വേവിക്കാനായിട്ട് അടപ്പത്ത് വയ്ക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടപ്പത്ത് വേവിക്കാൻ വയ്ക്കാം. ബീഫ് ഇവിടെ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 4-5 വിസിലടിച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം വേവിക്കാനായിട്ട്. ഞാൻ ഇവിടെ ഒരു 4-5 വിസിലടിക്കും. പിന്നെ വല്ലാണ്ട് വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ. ബീഫ് ഒരു 3/4 ഭാഗം വേവായാലും 80% വെന്താലും മതി. കാരണം ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കണതല്ലേ. ഇത് വേവട്ടെ കേട്ടോ. ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ബീഫ് ഇവിടെ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളനെ ഇങ്ങനെയാണ് നമ്മൾ ചില്ലിക്ക് നുറുക്കിയെടുക്കേണ്ടത്. ബീഫ് ചില്ലിക്ക് നീളനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നമുക്ക് മസാല റെഡിയാക്കാം. ഇത് പേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് മസാല റെഡിയാക്കാം. നമുക്ക് 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. കേട്ടോ. ഈ ടീസ്പൂണിൽ ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതിൽ തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും. ഈ ടീസ്പൂണിലാണ് അളവ് ഉള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പേസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഉപ്പ് കുറച്ച് ചേർക്കുക. ഇത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ബീഫ് കഴിക്കണവരാണെങ്കിൽ ബീഫ് ഇട്ടതിന് ശേഷം ടേസ്റ്റ് നോക്കിയാലും മതി. ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ പകരം ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പുളിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിലൊക്കെ. ഇത് എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് അതിൽ മസാലയൊക്കെ പിടിച്ചോളൂ. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വയ്ക്കുക 10 മിനിറ്റ്. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വറുക്കുന്നതാണ് നല്ലത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് ബീഫ് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ.
അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഫ്രൈ ആവും. പക്ഷേ മീഡിയം തീയിലിട്ട് വറുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. മീഡിയം കുറേശ്ശെ വറുത്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഫ്രൈ ആവണ വരയ്ക്ക്, നല്ലോണം ഫ്രൈ ആയി വരുന്ന വരയ്ക്ക് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കുറേശ്ശെ ബാച്ചായിട്ട് വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് വറുക്കാനായിട്ട് നോക്കാം. അങ്ങനെ എല്ലാ ബീഫും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ ബാച്ചും ഫ്രൈ ചെയ്ത് എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് ഫ്രൈ ആണത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണാം. ഇപ്പം നമ്മുടെ അവസാനത്തെ ബാച്ചും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കും. ഇപ്പം നമ്മൾ ബീഫ് വേവിച്ച കാരണം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നത്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അത് നമുക്ക് ഈ എണ്ണയിൽ കുറച്ച് പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഇടാൻ. നമ്മുടെ മുളക് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് കരിവേപ്പില നമുക്ക് കുറച്ച് വറുത്തെടുക്കാം കേട്ടോ. കരിവേപ്പില നല്ല ഫ്രഷായതുകൊണ്ട് ഞാൻ കുറച്ചധികം വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കരിവേപ്പിലയും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയിട്ട് ബീഫിലേക്ക് ഇടാം. നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചില്ലി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് ഫ്രൈ ആണിത്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിനി മറ്റൊരു വിഭവമായിട്ട് കാണാം. ഓക്കെ, ബൈ. Thank you.